അപ്പോൾ സോപ്പ് സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്, അതായത് നമുക്ക് നല്ല മുഖത്തിന് നല്ല നിറവും സ്കിന്നിനൊക്കെ നല്ല നിറം വരാനും നമ്മുടെ മുഖത്തെ പാടുകൾ പോകാനും ധാരാളം വൈറ്റമിൻസ് ഉള്ള ഒരു സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ബദാമിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോകണം. ബദാമിൻ്റെ സോപ്പ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ ബദാം വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. ഞാനൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ട് 50 ഗ്രാം എടുത്തിട്ട് അത് നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ, 400 ഗ്രാമിലാണ് നമ്മൾ കോക്കനട്ട് ഓയിൽ ഒഴിക്കാറ്. അത് ഒരു 200 ഗ്രാം ഞാൻ എടുത്തിട്ട് അത് ബദാമിൽ ഒഴിച്ചിട്ട് അത് മിക്സിയിലിട്ട് അരച്ചതിന് ശേഷമായിട്ട് ഞാൻ ഓയിലിലേക്ക് ചേർക്കണം. അപ്പോൾ നമുക്ക് ഇത് നമ്മൾ ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ അരച്ചിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ല വൈറ്റ് നിറം ഉണ്ടാവും. പിന്നെ നല്ല നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല നിറം കിട്ടാനും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബദാമിൻ്റെ സോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു. അതേപോലെ നിങ്ങൾക്ക് ഗ്ലിസറിൻ സോപ്പിലും എങ്ങനെയാണ് ബദാം ഇടണമെന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും എങ്ങനെയാണ് നിങ്ങൾക്ക് ഓയിൽ സോപ്പ് ഉണ്ടാക്കുന്നതും ഗ്ലിസറിൻ സോപ്പ് ഉണ്ടാക്കുന്നതും. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടന്നാലോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ട് അരച്ചിട്ട് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോഴേ നമ്മൾ എടുത്തിട്ടുള്ളത് ബദാം സോപ്പാണ്. നമ്മൾ ഓയിൽ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ 300 മില്ലി വെളിച്ചെണ്ണ, 200 മില്ലി പാം ഓയിൽ, 50 മില്ലി ഒലിവ് ഓയിൽ, പിന്നെ 30 മില്ലി നമ്മുടെ സൺഫ്ലവർ ഓയിലും 20 മില്ലി കാസ്റ്റർ ഓയിൽ. ഇനി നമ്മളതിൽ 100 മില്ലി, നേരത്തെ പറഞ്ഞ 200 മില്ലി ആട്ടോ, 200 മില്ലി അല്ല, 100 മില്ലി വെളിച്ചെണ്ണയിൽ ഞാൻ ബദാം അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല മെഴുക് പോലെ അരച്ചോളൂ കേട്ടോ, നല്ല മിക്സ് ആവുള്ളൂ. അത് നമ്മൾ ഇതിരിക്കേണ്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 400 മില്ലി എന്തായി, കോക്കനട്ട് ഓയിലായി, വെളിച്ചെണ്ണയായി. ഇനി നമുക്ക് വേണ്ടത്, ഇനി നമ്മൾ അതിൽ ഒഴിക്കാൻ പോകുന്നത് വൈറ്റമിൻ ഇ നമ്മളൊരു 5 ഡ്രോപ്പ് കേട്ടോ. 1 2 3 4 5 ഓക്കെ, 5 ഡ്രോപ്പ് അതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ ഷിയ ബട്ടർ, പിന്നെ നമ്മുടെ ബി വാക്സ്, അതായത് തേനീച്ച കൂട്ടിന് എടുത്തിട്ടുള്ള വാക്സ്, പിന്നെ സ്റ്റെറിക് ആസിഡ് അതെടുത്തിട്ടുണ്ട്. അതായത് ഷിയ ബട്ടർ നമ്മളൊരു 50 ഗ്രാം എടുത്തിട്ടുണ്ട്. അതുപോലെ സ്റ്റെറിക് ആസിഡ് 50 ഗ്രാം, ബി വാക്സ് ഒരു 5 ഗ്രാം കേട്ടോ. ഈ ഓയിൽ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കണ്ടോ, നല്ല വെള്ള നിറയില്ല. ഇനി നമ്മളതിലേക്ക് നമ്മുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ട നല്ലതായിട്ട് അരഞ്ഞുണ്ട് നമ്മുടെ ബദാം നന്നായി അരഞ്ഞുണ്ട്. ഇതിരിക്കാണ്ട് വടിച്ചാണ്ട് ഒഴിച്ച് കൊടുക്കും. ഇനി നമ്മളിതൊന്ന് മെൽറ്റായി വരട്ടെ കേട്ടോ. നമ്മളിതിലൊരു ബ്ലൂ കളർ ചേർക്കുന്നുണ്ട്, പിന്നെ നമ്മൾ വൈറ്റ് കളറാണ് ചേർക്കുന്നത് കേട്ടോ. ബ്ലൂ കളർ നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ബ്ലൂ കളറായിട്ട് ആഡ് ചെയ്യുന്നത്. ഓയിലെടുക്കുക, വെളിച്ചെണ്ണ എടുത്തിട്ട് കുറച്ചെടുത്തായിട്ട് അത് മിക്സ് ആക്കാനുള്ളത്. നമ്മുടെ ഷിയ ബട്ടറും ബി വാക്സും സ്റ്റെറിക് ആസിഡും സെറ്റ് ആയി നമ്മൾ അരിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് മിക്സ് ആവാനായിട്ട് നമ്മളൊന്ന് ബ്ലെൻഡർ മെഷീനൊന്ന് ഓണാക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കാക്സി സോഡ ആഡ് ചെയ്യുന്നതിന് മുന്നേ ചെയ്യണം കേട്ടോ. ഇതൊക്കെ കാക്സി സോഡ ആഡ് ചെയ്തിട്ട് ഇത്ര നേരം ബ്ലെൻഡ് ചെയ്താൽ പെട്ടെന്ന് കട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ബ്ലെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ കാക്സി സോഡയിൽ ആഡ് ചെയ്യാം. റൂം ടെമ്പറേച്ചർ ആയിട്ട് വേണ്ടിട്ട് നമ്മളിത് കാച്ചി സോഡയിൽ ആഡ് ചെയ്യാൻ. നമുക്ക് കാച്ചി സോഡ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി പെട്ടെന്ന് കട്ടയാവും. നമ്മളതിൻ്റെ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 40 മില്ലി ചേർക്കുന്നുണ്ട്. 35 മില്ലി 40 മില്ലിയുടെ ഉള്ളിൽ ചേർക്കണം കേട്ടോ. സ്മെല്ല് നമ്മൾ പേളിൻ്റെ കളറായിട്ട് കൊടുക്കണം, ബ്ലൂ കളർ, മറ്റേത് വൈറ്റ് കളർ. നമ്മളത് കുറച്ച് ഇരിക്കും ഒഴിക്കുന്നുണ്ട്. നമ്മുടെ ബ്ലെൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. പതുക്കെ ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ. പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്ത് പെട്ടെന്ന് കട്ടയാവും. മതി. ഇനി നമ്മളത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. 2 ഗ്രാം ആഡ് ചെയ്താൽ മതി. നമ്മുടെ ഇതൊരു സൈഡിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ച് കൊടുക്കാം.
നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് പേളിൻ്റെ കളറാട്ടാ, ബ്ലൂ കളറ്. നമ്മളത് ആമസോണിൽ മേടിച്ചാണ്. തട്ടി കൊടുക്കാം. അപ്പോഴേ നമ്മുടെ ഷിയ ബട്ടറും ബദാം ഇട്ടുള്ള സോപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഞാൻ മോൾഡിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് സെറ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ബദാമിൻ്റെ സോപ്പ്. പിന്നെ നമ്മൾ ഓയിൽ സോപ്പുകളൊക്കെ നമുക്ക് പേപ്പറിൽ നിന്ന് അയച്ചെടുക്കാം കേട്ടോ, ബട്ടർ പേപ്പറിൽ നിന്ന്. പതുക്കെ നമ്മുടെ മെഷീൻ കട്ടർ വെച്ചിട്ട് പതുക്കെ ഓക്കെ വേണ്ടി നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. നമ്മൾ പറഞ്ഞിരുന്നത് 10 സോപ്പ് 100 ഗ്രാമിൻ്റെ ഉണ്ടാക്കാനുള്ള അളവായിട്ടാണ് പറഞ്ഞിരുന്നത്. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 സോപ്പ് എന്നുള്ളത് 20 സോപ്പ് ഉണ്ടാക്കുമ്പോൾ അതേ മെത്തേഡിൽ തന്നെ നിങ്ങളതിൻ്റെ കാസിസോടെയും എണ്ണകളൊക്കെ കൂട്ടിയെടുക്കുക. ഡിസൈൻ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ചെത്തിയെടുക്കും കേട്ടോ. അതിന് ഞാൻ വേറൊരു മെഷീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. കറക്റ്റ് 10 സോപ്പ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബദാമിൻ്റെ സോപ്പൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടില്ല, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മെഷർമെൻറ്റ് ഞാൻ ചെറുതായിട്ടുള്ള മെഷർമെൻറ്റ് മാറ്റിയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഇതിലും മാറ്റി. അതുകൊണ്ട് നല്ല സോപ്പൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല കട്ടി വരും കേട്ടോ, സോപ്പിനൊക്കെ നല്ല കട്ടി വരും. സ്റ്റെറിക് ആസിഡ് അതേപോലെ നമ്മൾ ബിവാക്സൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ സോപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് എവിടെ കിട്ടിയാലും വില കുറവിന് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. നമുക്ക് എത്ര റേറ്റ് നിങ്ങൾ എന്നെ വിളിച്ച് വെച്ചാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അതേപോലെ ഗ്ലിസറിൻ സോപ്പ് ആയാലും നിങ്ങൾക്ക് വില കുറവിന് തന്നെ തരാം. 100 ഗ്രാമിൻ്റെ സോപ്പുകളായിരിക്കും കേട്ടോ. പിന്നെ കൂടുതൽ ക്വാണ്ടിറ്റി ചോദിക്കരുത്, കിട്ടില്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് കിട്ടില്ല എന്നല്ല, ഉണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.